ഏപ്രിൽ മാസം 24-ാം തീയതി ക്രിസ്തുവർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഏവർക്കും ക്രിസ്തുയേശുവിൽ കൃപയും സമാധാനവും നേരുന്നു. ബൈബിളിൽ നിന്ന് 2 വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് സന്ദേശത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യെശയ്യാപ്രവചനം 42-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഞാൻ യഹോവ, അതു തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. അതേ പ്രവചനത്തിൽ അതിൻ്റെ 55-ാം അധ്യായം, യെശയ്യാപ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 55-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കുകയും നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അതിൻ്റെ 10-ാം വാക്യം. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുന്ന തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വമായ സ്വഭാവത്തെ ഈ വാക്യങ്ങൾ കാണിക്കുകയാണ്. ഈ നമ്മുടെ സമകാലിക സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ നാം കൂടുതലായി ദൈവത്തെ അറിയാനും ദൈവത്തിലേക്ക് തിരിയാനും അവനോട് പ്രാർത്ഥിക്കുവാനും നാം കടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന സന്ദേശം ആരംഭിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിനും മാറ്റമില്ലാത്ത വചനത്തിനുമായി അവിടുത്തേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മ പെരുകിയിരിക്കുന്ന ഇന്നാളുകളിൽ ദൈവം കരുണയിൽ ഞങ്ങളെ പുലർത്തണമേ. നന്മയെ പ്രോത്സാഹിപ്പിക്കാനും തിന്മയെ തടുക്കുവാനും കഴിവുള്ള നേതാക്കന്മാരെ നൽകണമേ. ദൈവവചനത്തിലേക്ക് ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിലേക്കും തിരിയുവാൻ വചനപഠന മുഖാന്തരമാക്കണമേ. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീർക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. മുഖവരയായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ ഭരണ രീതിയെ നമുക്ക് ഒന്ന് പരിശോധിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് താൻ ഉണ്ടാക്കിയ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ, ആ ഭൂമിയിലാക്കിയ മഹത്വമായ മനുഷ്യനെ എങ്ങനെയാണ് ഈ ഭരണ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം, ആദാമിൽ നഷ്ടപ്പെട്ടത് യേശുക്രിസ്തുവിൽ അത് നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ആദാമിൽ നഷ്ടപ്പെടുന്നു, നമുക്കിവിടെ നേട്ടമായി തീരുന്നു, അത് ലഭ്യമായി തീരുകയാണ്. ആദാമിൻ്റെ അനുസരണക്കേട്, എന്നാൽ മറുഭാഗത്ത് യേശുവിൻ്റെ പൂർണ്ണ അനുസരണം. ആദാമിൽ പാപം, മരണം, ശാപം, അടിമത്വം. എന്നാൽ യേശുവിൽ പാപപരിഹാരം, നിത്യജീവൻ, അനുഗ്രഹങ്ങൾ, സ്വാതന്ത്ര്യം. ആദാമിൽ നഷ്ടപ്പെട്ട ഭരണം യേശുവിൽ സഫലമാകും. ദൈവം തക്ക സമയത്ത് യേശുവും മണവാട്ടി സഭയും ചേർന്ന്
ലോകത്തെ ഭരിക്കും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കാൻ തീരുമാനിച്ചത്? ദൈവം ഉദ്ദേശിച്ച ഭരണരീതി, അതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ ഭരണം ആദാമിനെയും ഹവ്വയെയും അവരുടെ സന്താനങ്ങളെയും ഏൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ വേദഭാഗങ്ങൾ, നമുക്ക് അറിയാവുന്ന വേദഭാഗങ്ങൾ അന്നുകൂടി ഞാൻ വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 26 മുതലുള്ള ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. വാഴട്ടെ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 27-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചരജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. വാഴുവിൻ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാലും. അതിൻ്റെ 21-ാം വാക്യം, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കാക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങളും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചരജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 31-ാം വാക്യം, താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ് 6-ാം ദിവസം. ഇതാണ് ദൈവത്തിൻ്റെ രൂപകൽപ്പന. ഭൂമിയെ ഭരിക്കേണ്ട ദൈവത്തിൻ്റെ രൂപകൽപ്പന വേദപുസ്തകത്തിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ശരിക്കും എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്. ഇത് ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, സ്വന്തം സ്വരൂപത്തിൻ്റെ സാധനം സൃഷ്ടിച്ചു. എന്നാൽ എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളതും വളരെ പ്രസക്തമായ വിഷയമാണ്. ഭൂമിയെ ഭരിക്കേണ്ട ദൈവത്തിൻ്റെ രൂപകൽപ്പന വേദപുസ്തകത്തിൽ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം, ആദാം ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കാരണം അതുകൊണ്ടാണ് പിൽക്കാലങ്ങളിൽ ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണും പെണ്ണുമായി സൃഷ്ടിച്ചതുകൊണ്ട് അവൻ രക്തം ചിന്താൻ പാടില്ല, അവനെ കൊല്ലാൻ പാടില്ല. കാരണം അത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ഒരു കൽപ്പന വിരോധമാണ്, ഒരു അനുസരണക്കേടാണ്. കാരണം ഓരോ മനുഷ്യനും ആണും പെണ്ണും ദൈവ സാദൃശ്യത്തിലുള്ളവരാണ്. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു അവർ ഭൂമിയിൽ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആദാമിൻ്റെ ഭാര്യയോട് ചേർന്ന് മക്കളോട് ചേർന്ന് ഈ ഭൂമിയെ ഭരിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. 27-ാം വാക്യത്തിൽ ദൈവം അങ്ങനെ തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടെ നിന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരെ പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇതായിരുന്നു അവർ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളും അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും ഇപ്രകാരമാണ്. എന്നാൽ ആദാമിനെ സൃഷ്ടിച്ചത് ശേഷമാണ് ദൈവം അവൻ്റെ ഭാര്യയിൽ നിന്ന്
ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവന് ഭാര്യയെ കൊടുക്കുന്നത്. അത് സംഭവിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. എന്നാൽ എവിടെയാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് മാത്രമേ വേദോസ്തത്തിൽ നിന്ന് പറയുന്നുള്ളൂ. അത് ഏത് സ്ഥലത്താണെന്ന് പറയുന്നില്ല. എന്നാൽ തുടർന്ന് ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ ദൈവം തന്നെ ആക്കി ഉണ്ടായത്. അവൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞ് അവന് തക്കതായ ഒരു തുണയെ നൽകുന്നു. അതാണ് ഹൗവ. എന്നാൽ ഹൗവ വരുന്നതിന് മുമ്പ് ദൈവം ചില കാര്യങ്ങൾ ആദാമിനോട് പറയുകയും ചെയ്യുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ അതിന് വിരോധമായിട്ട് സാത്താൻ പ്രവർത്തിക്കുകയും ആദാമിൻ്റെ പതനം, അവൻ പാപത്തിൽ വീണ് അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതും പ്രസക്തമായ വിഷയമാണ്. ആദാമിനെ സൃഷ്ടിച്ച വിവരം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതലാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. സൃഷ്ടാവായ യഹോവയായ ദൈവം തന്നെയാണ് അവനെ ഏദൻ തോട്ടത്തിൽ ആക്കിയത്. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൽ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. എവിടെയാണ്? അതും ഏദൻ തോട്ടത്തിൽ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്നും പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേത് പീശോൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏദൻ തോട്ടത്തിലാണ് ദൈവം ആദാമിനെ ആക്കിയത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പാപികളും ദോഷമുള്ള നമ്മുടെയും ജീവിതത്തിൽ വീട് വയ്ക്കാനും വീടിൻ്റെ പരിസരത്ത് വൃക്ഷങ്ങൾ ഉണ്ടാക്കുവാനും അവിടെ ഫൗണ്ടൻ ഉണ്ടാക്കാനും അവിടെ അത് നദീതീരത്താണ് സമുദ്രതീരത്താണെങ്കിൽ ഏറ്റവും അഭികാമ്യമായി കണക്കാക്കുന്നതിന് കാരണം ഇതാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചവനാക്കിയത് അതിമനോഹരമായ ഒരു കാനാൻ ദേശത്ത് തന്നെയായിരുന്നു. അതിനുശേഷം എൻ്റെ 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, അനന്തരം യഹോവ ദൈവം കിഴക്ക് തോട്ടം ഉണ്ടാക്കി നിലത്ത് മുളപ്പിച്ചു. ഓക്കെ. എന്നാൽ അവൻ്റെ വായിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ളവനായി തീർന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ്. അതിനുശേഷം എന്ന് പറഞ്ഞ ദൈവം അവനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി അവൻ്റെ വായിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതിനുശേഷം ദൈവം തന്നെ അവൻ ഏദനിൽ മനോഹരമായ ഏദനിൽ അവനെ ആക്കി. ഏദനിൽ തോട്ടം ഉണ്ടാക്കി അവൻ രൂപം കൊടുത്തു മനുഷ്യൻ അവിടെ താമസിപ്പിച്ചു. തുടർന്ന് ദൈവം ഏദനിൽ തോട്ടമുണ്ടാക്കി അത് അവനോട് താമസിപ്പിച്ചു. അതിന് 15-ാം വാക്യത്തിൽ ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി ഉത്തരവാദിത്വം കൊടുത്തു. പാപത്തിന് മുമ്പും ആദാമിന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി എന്നുള്ളതൊരു ശിക്ഷയല്ല. എന്നാൽ പാപത്തിന് ശേഷം അത് ശാപമായി തീർന്നതോടുകൂടി വേർപ്പും ജോലി നെറ്റിയിലെ വേർപ്പ് കഷ്ടപ്പെട്ടു വേണം നമ്മൾക്ക് വളർത്താൻ. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല. ഭൂമിയെ ശപിക്കപ്പെട്ടു. അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ജോലി എന്നുള്ളത് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു ദൈവത്തിൻ്റെ ഒരു ദാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതാൻ തോട്ടത്തിൽ കൃഷി ചെയ്യാൻ സംരക്ഷിക്കാൻ ദൈവമായ കർത്താവ് അവനെ അവിടെ ആക്കി. തുടർന്ന് അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ ഏതാൻ തോട്ടത്തിലാക്കിയ അവിടെ ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങളും ഭക്ഷിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവമായ കർത്താവ് നമ്മുടെ സൃഷ്ടാവ് ആദാമിനോട് പറഞ്ഞു, നീ ഈ വൃക്ഷത്തിൽ നിന്ന് തിന്നരുത്, തിന്നുന്നത് നീ മരിക്കും.
അതായിരുന്നു അവന് ഒരു പരിശോധന അവൻ്റെ ജീവിതത്തിൽ കൊടുത്തത്. അല്ല, അവൻ തോറ്റു, അതിനനുസരണക്കേട് കാണിച്ചു. അതാണ് നമ്മൾ ആദ്യ പാപം എന്ന് പറയുന്നത്. അങ്ങനെ ആദാമിനെ സൃഷ്ടിച്ചു, അവിടെ ആക്കി, അവനോട് കൽപ്പന കൊടുക്കുകയാണ്. അപ്പോൾ ആദാം ഇപ്പോൾ എവിടെയാണ്? ഏദൻ തോട്ടത്തിലാണ്. അവൻ ഏകനായി കണ്ടു. അതുകൊണ്ടാണ് ഭരണത്തിന് കൂട്ടാളിയെ ദൈവം രൂപകൽപ്പന ചെയ്തു. ഓൾറെഡി ദൈവം ആദാമിനെ കുറിച്ച് രൂപകൽപ്പന ചെയ്തതുപോലെ സംഭവിച്ചതിന് ശേഷം ഹവ്വയെക്കുറിച്ച് ദൈവത്തിന് ഒരു രൂപകൽപ്പന ഉണ്ടായിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്നുള്ളതും 2-ാം അധ്യായത്തിൽ വായിക്കുന്ന 18-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അതിൻ്റെ 21-ാം വാക്യം, ദൈവമായ കർത്താവ് മനുഷ്യനെ നിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യരിൽ നിന്നെടുത്ത വാരിയൽ കൊണ്ട് അവിടെ നിന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരലിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവിടെ വിളിക്കുന്നു. അങ്ങനെയാണ് ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വയെ ഉണ്ടാക്കി ഭാര്യയായിട്ട് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. അങ്ങനെ ഈ ആദാമും ഹവ്വയും അവൻ്റെ സന്താന പുഷ്ടിയുള്ളവരായി, സന്താനങ്ങളുണ്ടായി. അവർ ഈ ഭൂമി മുഴുവൻ നിറയ്ക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. എന്നാൽ നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് വ്യത്യാസങ്ങൾ വരികയാണ്. അവിടെ പാപം വരുന്നു, അനുസരണക്കേട് വരുന്നു, പാപം വരുന്നു. അങ്ങനെ 3-ാം അധ്യായത്തിൽ ആദാമിൻ്റെ പതനം സംഭവിക്കുകയാണ്. അപ്പോൾ ദൈവം ഉദ്ദേശിച്ച ഭരണകർത്താവ് ആ കാര്യം പാപനിമിത്തം അതിന് പ്രശ്നം വരികയാണ്. അതിനുശേഷം ദൈവം ഭരണരീതിക്ക് ചില വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. ആ വ്യത്യാസം വരുത്തിയ ആ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഈ സമ്മതിദാന സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാണത്. ദൈവം അങ്ങനെയാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം എന്ത് പറ്റി? ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ ആദാമിൽ നഷ്ടപ്പെട്ടു പോയി. അവൻ അനുസരണക്കേട് കാണിച്ചു. എന്നാൽ മുഖവരയായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം അവസാനത്തെ ആദാമിൽ യേശു ക്രിസ്തുവിൽ എല്ലാം നമുക്ക് സഫലമാകും. എന്നാൽ ഇതിനിടയിലുള്ള കാലഘട്ടത്തിൽ ഭരണത്തിന് ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നാം ഭാഗഭാക്കുകളാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 3-ാം അധ്യായത്തിലേക്ക് നാം വരും. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് അതിൻ്റെ 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുകയാണ്. യഹോവ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുത്, ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അവിടെ സാത്താൻ ഈ കൗശലമേറിയ പാമ്പ് വഴി വന്ന് സ്ത്രീയിലൂടെ, ഹവ്വയിലൂടെ അവളെ വഞ്ചിച്ച് അവൾ തിന്നുകയും അത് തൻ്റെ ഭർത്താവായ ആദാമിന് കൊടുക്കുക, അവൻ തിന്നുകയും ചെയ്യുകയുണ്ട്. അതാണ് 3-ാം അധ്യായത്തിൽ നാം അവിടെ വായിക്കുന്നത്. അത് നമുക്ക് 1-ാം അധ്യായത്തിൽ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. 2-ാം വാക്യത്തിൽ, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ഞാനും പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഇതാണ് ആദാമിൻ്റെ പതനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം ഉദ്ദേശിച്ച ഭരണകർത്താവ് അവനെ ഒരു പരിശോധനയിൽ അവൻ തോറ്റുപോയി. അതോടുകൂടിയാണ്
ഈ ലോകത്തിലേക്ക് പാപവും മരണവും ശാപവും കടന്നു വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വമായ തൻ്റെ പുത്രനിലുള്ള ആ കാര്യപരിപാടിയിൽ, വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ രണ്ടാം ആദാമായിട്ട് യേശു ക്രിസ്തു ജനിച്ച് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇനി രാജാവായി വാഴും എന്നുള്ള അവനിൽ ഇതെല്ലാം സഫലമാകുമെന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസം. അങ്ങനെ അതിനുശേഷം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ദൈവം ആദാമിനെയും ഹവ്വയെയും ഏദനിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കിയ ആ ഒരു ജീവിത ശൈലിയാണ് നാം ഇന്ന് തുടരുന്നത്. ആദാമിനെ ഹവ്വയെ ഏദനിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഭരണരീതി മാറി. അപ്പൊ ഏദൻ തോട്ടത്തിൽ നിന്ന് ആരംഭിച്ച ഈ ഭരണരീതി പാപത്തോടുകൂടി അതിന് ഒരു വിരാമം ഉണ്ടാകുകയും അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പൊ തുടർന്ന് പുറത്തു വന്ന ആദാമിനും ഹവ്വയ്ക്കും അവരുടെ ഭരണരീതി വ്യത്യാസമാണ്. അവർ പാപികളാണ്, മരണമുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ഭരണരീതിയും വ്യത്യാസമുണ്ട്. അതിനുശേഷം മനുഷ്യർ പെരുകി. നമുക്കറിയാം, ഉൽപ്പത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യന് ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നതെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എന്നേക്കും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. നമുക്കറിയാം 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളോടെ സംഭവിച്ചു. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും: ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു, ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എന്നേക്കും എപ്പോഴും അത് ദുഷിച്ചതുമാണെന്ന് കർത്താവ് കണ്ടു. അവരെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ജലപ്രളയം വന്ന് നോഹയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാണ് 8 പേര് മാത്രം ഒരു പേടകമുണ്ടാക്കി അതിനകത്ത് കയറി അവർ രക്ഷ പ്രാപിക്കുകയും, പക്ഷെ എല്ലാവരും മൂക്കിൽ ശ്വാസമുള്ള എല്ലാവരും എല്ലാ ജന്തുക്കളും മനുഷ്യരും മരിക്കാനുണ്ടായി. അതിനുശേഷം അങ്ങനെ ഉണ്ടായതിന് ശേഷം ദൈവം നോഹയായിട്ട് ഉടമ്പടി ചെയ്യുന്നു. പുതിയ ഒരു ഭരണ രീതി അവിടെ നൽകപ്പെടുകയാണ്. പുതിയ ഭരണരീതി. ആ ഭരണരീതി അതിനെക്കുറിച്ച് പറയുന്നത്, എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ. അതിനുശേഷം ജലപ്രളയം. നോഹയുമായി ദൈവം ഉടമ്പടി ചെയ്തു, പുതിയ ഭരണരീതി നൽകി. ഞാൻ ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഒന്ന് മുഖവരിയായിട്ട് നമുക്ക് ഭയപ്പെടാനില്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എല്ലാം നേടിയിരിക്കുകയാണ്, നമുക്ക് ലഭിക്കുമെന്നുള്ളത് 100% ശരി, വാസ്തവമായിട്ടുള്ള കാര്യമാണ്, നടക്കും. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്, യെശയ്യാ പ്രവചനത്തിൽ വായിച്ചത്, അവൻ്റെ വായിലെ വാക്ക് ചുമ്മാ വെറുതെ പോകത്തില്ല, അത് ഫലം പ്രാപിക്കും എന്നുള്ളത് നമുക്ക് നിശ്ചയമായിട്ട് അറിയാം. എന്നാൽ നമ്മൾ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഏത് ഭരണകൂടത്തിന് കീഴിലാണ്, ദൈവം ഉദ്ദേശിച്ച് എന്തിൻ്റെ കീഴിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതിനെക്കുറിച്ച് ചെറിയൊരു മുഖവര മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അങ്ങനെ ഒരു പുതിയ ഭരണരീതി ഉൽപ്പത്തി 9-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവിടെ ദൈവം അവനെ കൽപ്പിക്കുന്നു, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ഒരാൾ കൊന്നാൽ അവനെ എന്ത് ചെയ്യണം? മനുഷ്യൻ തന്നെ അതിന് വിധികർത്താവാകണം. ഇതാണ് ദൈവം ഉദ്ദേശിച്ച നിയമവ്യവസ്ഥ, ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, സിവിൽ ഗവൺമെൻറ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഒരു ഭരണരീതി, മനുഷ്യരുടെ ഒരു ഭരണരീതി ദൈവം മനുഷ്യനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്, ഈ ഭരണരീതിയെ മനുഷ്യരുടെ ഭരണം എന്ന് നമുക്ക് പേരിടാം. മനുഷ്യനെ ഭരിക്കുന്നത്. നാം ഇതിന് ഇന്നും സിവിൽ ഭരണത്തിലാണ്, സിവിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലാണ്. ആ സിവിൽ ഭരണത്തിൻ്റെ
ദൈവം ഏൽപ്പിച്ച സിവിൽ ഭരണത്തിൻ്റെ ഭാഗഭാക്കുകളാകുന്നതിൻ്റെ ഭാഗമാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അത് ഈ ഇലക്ഷൻ കമ്മീഷനും അത് നടത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആൾക്കാർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വേദപുസ്തകം പറയുന്നതാണ്, നാം ഇന്ന് ജീവിക്കുന്ന ഈ സിവിൽ ഗവൺമെൻറ് ദൈവം ഓർഡൈൻ ചെയ്ത, ദൈവം തീരുമാനിച്ച ഒരു കാര്യമാണ്. ഇതിൽ നമുക്കറിയാം 3 ഭാഗങ്ങളാണുള്ളത് നമ്മുടെ സിവിൽ ഗവൺമെൻറ്റിൽ. ഒന്നാമതായി നിയമനിർമ്മാണം, അതാണ് ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ലോ മേക്കേഴ്സ്, നിയമം ഉണ്ടാക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാന വ്യക്തി പ്രൈം മിനിസ്റ്ററാണ്. അതുകൊണ്ട് ഇത് പാർലമെൻ്ററി ഇലക്ഷനാണ്. നമ്മൾ പ്രൈം മിനിസ്റ്ററെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഭരണം, അവർ നിയമം നിർമ്മിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഈ നിയമം നിർമ്മിക്കുന്ന ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് നിയമം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്ന ക്രമീകരണമാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി പ്രസിഡൻ്റാണ്. മൂന്നാമത്തെ ഭാഗമാണ് നീതിന്യായ വ്യവസ്ഥ. ഉണ്ടാക്കിയ നിയമങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിൻ്റെ നീതിന്യായമായി ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് ജുഡീഷ്യറി, അതാണ് നമ്മൾ കോർട്ട് സിസ്റ്റം, കോടതികൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നിയമനിർമ്മാണമാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്. അത് ഉണ്ടാക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ദൈവമക്കളായ നാം അതിൽ പങ്കെടുക്കണം. കാരണം നമ്മളുടെ ഓരോ വോട്ടും അത് ദൈവം അത് കണക്കിടും, അതിന് തക്കതായ ഉത്തരങ്ങളും നമുക്ക് ലഭിക്കും. ഈ നിയമനിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവചനപ്രകാരം നമ്മൾ നോക്കുമ്പോൾ 3, 4, 5 കാര്യങ്ങൾ ഞാനിവിടെ അതിൽ ശ്രദ്ധിക്കുകയുണ്ടായി. അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയമനിർമ്മാണം ചെയ്യുന്നവർ എന്തൊക്കെ പരിഗണിച്ചിട്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കുവാൻ? ഒന്നാമതായി അവർ ദൈവവിശ്വാസികളായിരിക്കണം. എബ്രായ ലേഖനം 6-ാം വാക്യത്തിൽ പറയുന്നവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവനാണ് ഉണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 2, ദൈവം സൃഷ്ടാവാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ 9-ാം വാക്യത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിച്ചത്, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും, ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പോൾ നിർമ്മാണത്തിൻ്റെ പ്രധാന ഘടകം ദൈവവും ദൈവസൃഷ്ടാവുമാണ്. മൂന്നാമതായിട്ട് മനുഷ്യൻ, സ്ത്രീയും പുരുഷനും ദൈവഛായയിലുള്ളവരാണ്. നാലാമതായിട്ട് അവരുടെ ജീവൻ സംരക്ഷിക്കുക. അത് നിയമനിർമ്മാണത്തിലൂടെ നടത്തേണ്ട ആവശ്യമാണ്. അത് മാത്രമല്ല, അത് നന്മയ്ക്കായിട്ട് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. എന്തിനാണ് ടാക്സ് കൊടുക്കുന്നത്? മന്ത്രിമാരും പ്രൈം മിനിസ്റ്ററും അവൻ്റെ ക്യാബിനറ്റും അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടൊന്നും അല്ല നമ്മളെ ഭരിക്കുന്നത്. ടാക്സ് പിരിച്ചിട്ടാണ്. നമ്മൾ ടാക്സ് എന്തിനു കൊടുക്കുന്നു? കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അവൻ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് നിയമങ്ങളുണ്ടാക്കി ജീവൻ സംരക്ഷിക്കേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുമാത്രമല്ല, കൊലപാതകന് വധശിക്ഷ കൊടുക്കണം. ആരെങ്കിലും വേറൊരു വ്യക്തിയെ അവൻ്റെ രക്തം ചൊരിഞ്ഞാൽ, അവന് കൊലപാതകം ചെയ്താൽ അവനെ കൊല്ലേണ്ട ഉത്തരവാദിത്വവും ഈ നിയമനിർമ്മാതാക്കൾക്കും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ചേർന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തെ മാനിക്കുന്നതിനും ദൈവത്തെ സൃഷ്ടാവെ അംഗീകരിക്കുന്നവരും മനുഷ്യനെ ദൈവഛായയിലും മനസ്സിലാക്കി ജീവന് സംരക്ഷണവും കൊലപാതകത്തിന് വധശിക്ഷയും നൽകുന്ന നിയമനിർമ്മാണം ആണ് വേദപുസ്തകം അനുസരിച്ച്, ഈ വാക്യം അനുസരിച്ച് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. അല്ലാതെയും ഒരുപാട് പ്രമാണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജലപ്രളയത്തിന് ശേഷം നോഹയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും പുറത്തു വന്നു. അവർക്ക് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ജനം പെരുകി അവിടെ ബാബേൽ കൊട്ടാരം പണിയുന്നത്. ബാബേൽ കൊട്ടാരം പണിയുന്നത്
ഈ ദൈവത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്കും ഭരണരീതികൾക്കും എതിർപ്പായിട്ടുള്ള, വിരോധമായിട്ടുള്ള, വെല്ലുവിളിയുമായിട്ടുള്ള നിമ്രോദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബാബേൽ കൊട്ടാരമായിരുന്നു. അവിടെ ദൈവം എന്താ ചെയ്തത്? ഭാഷയും കുടുംബങ്ങളും ഓരോ ആയിട്ട് അവരെ 70 രാഷ്ട്രങ്ങളായിട്ട് മാറ്റി, ജാതികളായിട്ട് മാറ്റി, 70. എന്നാൽ അതിന് ശേഷം ദൈവം അബ്രാഹിമിനെ വിളിച്ച് അവനെ ഒരു കുടുംബമാക്കുകയും ഒരു രാഷ്ട്രമാക്കി തീർക്കുകയും ചെയ്യുകയാണ്. ആ രാഷ്ട്രത്തിന് ദൈവം ന്യായപ്രമാണം സംഹിത കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ മൊസൈക് ലോ, മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ന്യായപ്രമാണം. അതിൽ അപാരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഭരണരീതി, ദൈവം തൻ്റെ ജനത്തെ, ദൈവൻ രാജാവായിട്ട് ദൈവത്തെ സേവിക്കുന്ന ഇസ്രായേലിനെ എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടതെന്ന് അപാരമായ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് യഹൂദിന് മാത്രം ഉള്ളതാണ്. എന്നാൽ പല ഭരണഘടനയിൽ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തി ഉള്ള ഭരണഘടനകളാണ് പല രാഷ്ട്രങ്ങളും ചെയ്തിട്ടുള്ളത്. ഇന്ത്യയും അപ്രകാരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ നാം ആയിരിക്കുന്ന ഈ ഭരണരീതി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലമാണ്. ദൈവം മനുഷ്യരിൽ സ്ഥാപിച്ച അധികാരം പൗരന്മാർക്ക് പങ്കുണ്ട്. എനിക്ക് നിങ്ങൾക്കും പൗരനുണ്ട്. ഇന്ത്യയിൽ ജനിച്ച എല്ലാ പൗരന്മാർക്കും 18 വയസ്സോ അവർ ഗവൺമെൻറ് തീരുമാനിച്ച പൗരത്വം വോട്ട് ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്ന അന്ന് മുതൽ അവന് വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. അവനാണ് ഈ നിയമനിർമ്മാതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. അത് അപാരമായ ഉത്തരവാദിത്തമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ദൈവവചനം അറിഞ്ഞിരിക്കണം, ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ സൃഷ്ടാവെന്ന് അറിയണം, ദൈവത്തിൻ്റെ ഛായയുള്ള മനുഷ്യരാണെന്ന് അറിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ വിരലുമായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ, വോട്ടർ ID കാർഡുമായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കത് ദൈവനാമമഹത്വത്തിനായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. പ്രായപൂർത്തി എല്ലാ പൗരന്മാർക്കും തിരഞ്ഞെടുപ്പിൽ പങ്കുചേരാം. പുതിയ നിയമത്തിൽ റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ടാക്സ് കൊടുക്കുന്നു, എന്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് അവർ നന്മ ചെയ്യുന്നവരായി തീർക്കണം എന്നുള്ള ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് റോമാലേഖനം 13-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിൽ നിന്ന് 10 കൽപ്പനകളായിട്ട് ഞാൻ അതിനെ ഒന്ന് സമാഹരിച്ച് ചില കാര്യങ്ങൾ എഴുതുകയാണ്. നിങ്ങൾ വായിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വായിച്ച ചില വേദഭാഗങ്ങളിൽ നിങ്ങൾ വായിച്ച് എന്തിനാണ് നിങ്ങൾ പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ദൈവിക ആലോചന നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. എന്നിട്ട് വേണം നിങ്ങൾ ആ മഷി നിങ്ങളുടെ കയ്യിൽ വയ്ക്കേണ്ടത്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ നിന്ന് 1 മുതൽ 14 വാക്യങ്ങളിൽ നിന്ന് 10 കാര്യങ്ങൾ ഞാൻ ഒരു 10 നിയമമായിട്ട് ഞാനത് നിങ്ങളോട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 10 കമാൻഡ്മെൻറ്റ്സ് ഫോർ വോട്ടിംഗ്. ഒന്നാമത് സമ്മതിദാനം ചെയ്യുക. നമ്മൾ ചെയ്യണം. കാരണം ദൈവം തരുന്നത് നമുക്ക് ഒരു ചോയ്സാണ്, ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ദൈവം നൽകുന്നതാണ്. കാരണം മനുഷ്യൻ്റെ ജീവനും രക്ഷയും എല്ലാം നിലനിർത്തേണ്ടത് നിയമനിർമ്മാതാക്കളും അവരെ തിരഞ്ഞെടുക്കേണ്ടത് നാമമാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് സമ്മതിദാനം ചെയ്യുക തന്നെ വേണം. ദൈവവചനപ്രകാരം ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. മൂന്നാമതായിട്ട് തിരഞ്ഞെടുപ്പ് ഫലം ദൈവത്തിൽ നിന്നായിരിക്കും. കാരണം റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ തുടക്കം തന്നെ അപ്രകാരമാണ്. അതിൻ്റെ 13-ാം അധ്യായത്തിൽ ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾ കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ദൈവത്തിൽ നിന്നായിരിക്കണം. അത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നമ്മൾ കുത്തണം. നമുക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഞാൻ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ആരായാലും
ദൈവമക്കൾ എന്നുള്ള നിലയിൽ, ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ 13-ാം അധ്യായത്തിലുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. ആര് ഭരണത്തിൽ വന്നാലും ദൈവസ്നേഹത്തിന് മാറ്റം വരാൻ പാടില്ല. അയൽക്കാരനെ സ്നേഹിക്കുന്നതിൽ മാറ്റം വരാൻ പാടില്ല. നന്മ ചെയ്യുന്നതിൽ മാറ്റം വരാൻ പാടില്ല. ഭയം പാടില്ല. ആര് വന്നാലും, മൂർഖനായാണ് വരുന്നതെങ്കിലും, അത്ര ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ് വരുന്നെങ്കിലും അവനും ഭയപ്പെടാതിരിക്കുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ 8ാമത്തെ കൽപ്പനയായിട്ട് ഞാൻ കണ്ടത് കർത്താവിനെ ധരിക്കുക. നമ്മൾ ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്, ദൈവവചനത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ്, വിശ്വസിക്കുന്നവരാണ്, അതിൽ പ്രത്യാശ വയ്ക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവിനെ ധരിച്ചു കൊള്ളുക എന്ന് തന്നെയാണ് 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്. 9-ാമതായിട്ട് ഭരണാധികാരികൾക്ക് വിധേയത്വം പാലിക്കുക. ആര് വന്നാലും അവർക്ക് വിധേയത്വം, സബ്മിഷൻ ടു അതോറിറ്റി, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം അതോറിറ്റി. ദൈവത്താലാണ് ഈ അധികാരം വന്നതുകൊണ്ട് അവർക്ക് വിധേയപ്പെടേണ്ടതും ആവശ്യമാണ്. 10-ാമതായിട്ട് പ്രത്യാശയിൽ ജീവിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തുയേശുവിൽ അത് ഫലവത്താകും, നമ്മളതിൻ്റെ ഭാഗവാക്കുകളാകും. നമുക്കൊരു പ്രത്യാശാ വിഷയമുണ്ട്. അതുകൊണ്ട് ഈ 10 പ്രമാണങ്ങളും ദൈവത്തിൻ്റെ ഭരണരീതികളും വായിച്ച് നാം വോട്ട് ചെയ്യുക. ദൈവം തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നന്മയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന, തിന്മയെ ഒടുക്കുന്ന, തടുക്കുന്ന നേതാക്കന്മാരുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേൾവിക്കാർക്കും ദൈവകൃപയും എല്ലാ നന്മയും നേരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.